എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കോഴി വളർത്തലിനെ പറ്റി തന്നെയാണ്. നമ്മുടെ വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഇവർക്കൊക്കെ സ്വന്തമായിട്ടൊരു വരുമാനം, സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള ഒരു വരുമാനം അത് ലഭിക്കുന്നതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് ഞാനീ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ വിധവകളായ സ്ത്രീകളുണ്ട്. അവർക്ക് ആരും ഒരു സഹായമില്ലാത്തവരും, അതുപോലെ തന്നെ അവർക്ക് കുഞ്ഞു മക്കളൊക്കെ കാണും. അവർക്കൊരു ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റ് ജോലി ചെയ്ത് കുഞ്ഞു മക്കളെ ഇട്ടിട്ട് പോയി വീട്ടിൽ കൊണ്ടുവരാനൊന്നും ഉള്ള സാഹചര്യം കാണുകയില്ല. കുഞ്ഞു മക്കളെ നോക്കി വീട്ടിലൊക്കെ നിൽക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരാൾക്കാർക്ക് സ്ഥിരമായിട്ട് കയ്യിലൊരു 10 രൂപ കാശ് എപ്പോഴും കാണും. അവരെ ആവശ്യങ്ങൾക്കും അവരുടെ വീട്ടാവശ്യത്തിനും അവർക്ക് സമ്പാദിക്കാനും ഒക്കെ കഴിയുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്, കോഴി വളർത്തലിനെ പറ്റി. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തുടർന്നുള്ള വീഡിയോകളൊക്കെ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ കോഴി വളർത്തൽ എൻ്റെ മുന്നോട്ടുള്ള വീഡിയോയിൽ കയറി നോക്കിയാൽ ഈ വളർത്തുന്ന രീതികളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് കണ്ടാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ ജോലിക്ക് പോകാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാർ കാണും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിത് ചെയ്ത് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ എന്നോട് പലരും ചോദിച്ചു, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലയോ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ, വിളിച്ച് പറയുന്നേ, നീ അങ്ങ് ചെയ്യ്. പക്ഷേ ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ശരിക്കും പണ്ടൊക്കെ നമ്മുടെ എല്ലാ വീടുകളിലും, നമ്മുടെയൊക്കെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ എല്ലാ വീടുകളിലും കോഴി ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, എത്ര വീട്ടിൽ നമ്മുടെ പരിസരത്ത് വീട്ടിൽ കോഴിയുണ്ട്? നമ്മളൊരു 100 വീട് ചുറ്റളവ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മാക്സിമം ചിലപ്പോൾ ഒരു 5 വീട്ടിൽ കാണും. അതും ആ വീട്ടിൽ 1-2 കോഴി അല്ല 5 കോഴി, ആ വീട്ടിലെ ആവശ്യത്തിനുള്ള മുട്ട പോലും തികയുന്നില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പം നമ്മുടെ കേരളം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ഭയങ്കര ഒരു മാർക്കറ്റാണ്. ഈ മുട്ട വിൽപ്പനയുടെ ഒരു വലിയൊരു മാർക്കറ്റ് നമ്മുടെ കേരളത്തിലുണ്ട്. നമുക്കത് കച്ചവടം ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു മുട്ട പോലും ഒരു ദിവസം പോലും ഇരുന്ന് പോവുകയില്ല. അപ്പം നമ്മൾ പ്രൊഡക്ഷൻ വേണം, നമുക്ക് മുട്ട ഉണ്ടാക്കണം, അതുണ്ടാക്കാൻ ഒരു കഴിവ് വേണം. അതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞ് കണ്ട് ചെയ്യാമെങ്കിൽ നമ്മളൊരു കമ്പനിയിൽ ഒരാളുടെ കീഴിൽ ജോലിക്ക് പോകുന്നതും, അതുപോലെ തന്നെ നമ്മളെവിടെയെങ്കിലും ഒരു ചെറിയ വർക്കിന് ആരെയെങ്കിലും കീഴിൽ ജോലിക്ക് പോയി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്താലേ അവർ നമുക്ക് 1000 രൂപ കാശ് അല്ല 1500 രൂപ കാശ് തരത്തുള്ളൂ. അവർ പറയുന്ന പണിയെല്ലാം ചെയ്യണം. അവർക്ക് നമ്മളെ കൊണ്ട് ലാഭം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അവർ ശമ്പളം തരത്തുള്ളൂ. നമുക്ക് ആരുടെയും കീഴിൽ പോകണ്ട. പക്ഷെ നമുക്ക് ശകലം മുതൽ മുടക്കുണ്ട്. ആദ്യത്തെ ഒരു മുതൽ മുടക്കെന്ന് പറയുന്നത് ഇച്ചിരി കൂടുതലാണ്. കാര്യം നമ്മൾക്ക് ഈ കോഴിക്കുള്ള ഷെഡ്, അതുപോലെ തന്നെ ഹൈടെക് കൂട് വേണം. ഹൈടെക് കൂട് ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. കാര്യം വ്യാവസായിക അടിസ്ഥാനത്തിൽ വളർത്തുന്നുണ്ടെങ്കിൽ നമ്മൾ 100 കോഴിക്ക് മുകളിൽ വളർത്തിയാലേ നമുക്ക് ശരിക്കും കഷ്ടപ്പെടുന്നതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ. 25 കോഴി വളർത്തിയാലും 1000 കോഴി വളർത്തിയാലും ഒരേ ജോലിയാണ്. അല്ലാതെ കുറച്ച് കോഴികളെന്നും പറഞ്ഞ് ജോലി കുറവില്ല, കൂടുതൽ കോഴിയുണ്ടെന്നും പറഞ്ഞ് ജോലി കൂടുതലുമില്ല ഹൈടെക് കൂടാണെങ്കിൽ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരെ നമ്മൾ സഹായിക്കാം. നമ്മൾ കാര്യങ്ങൾ ചെയ്തു തരാം. നമ്മൾ ചെയ്യുന്നതിൻ്റെ, നമ്മൾ വന്ന് മെനക്കിടുന്നതിൻ്റെ, നമ്മൾ കൊണ്ടുവരുന്ന ലേബേഴ്സിൻ്റെ, അതുപോലെ തന്നെ അതിനകത്തിൽ കൂടുതൽ ചാർജോ കാര്യങ്ങളൊന്നുമില്ല. ഇതിനൊക്കെ വിലയുള്ള സാധനങ്ങളാണ് ആദ്യമൊക്കെ നമ്മൾ മുടക്കേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഡിന് പൈസ ചിലവുണ്ട്, അതുപോലെ തന്നെ ഹൈടെക് കൂടിന് പൈസ ചിലവുണ്ട്, ആദ്യം ഒരു ബാച്ച് കോഴി ഇടുന്നതിന് പൈസ ചിലവുണ്ട്. കോഴി നമ്മുടെ മുട്ടയിട്ട് തുടങ്ങുന്നതും വരെ നമ്മുടെ പൈസ ചിലവ് നമുക്കുണ്ട്. മുട്ടയിട്ടതിന് ശേഷം നമുക്ക് പൈസ വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ മുട്ട ഇടുന്ന പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 മാസമാണ്. ഈ കോഴി കണ്ടിന്യൂ മുട്ട തരും. അത് കഴിഞ്ഞ് 2-3 മാസം കൂടി കോഴി നിർത്താം, പ്രശ്നമൊന്നുമില്ല, നഷ്ടത്തിൽ പോവുകയില്ല. അന്നേരം നമുക്ക് തീറ്റി കൊടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ പൈസയുടെ ആ സമയത്തും ഈ കോഴി മുട്ട തരും. അതിനുശേഷം നമ്മൾ ഈ കോഴിയെ കൊടുക്കുമ്പോൾ നമുക്ക് അടുത്ത ബാച്ച് കോഴിയെ വാങ്ങാനുള്ള പൈസയും, അതുപോലെ തന്നെ
ആ കോഴി മുട്ടയിടുന്നിടം വരെ കൊടുക്കാനുള്ള ഫീഡിൻ്റെ പൈസയും നമുക്ക് കിട്ടും. ഈ അടുത്ത ബാച്ച് കോഴിയെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാക്സിമം നമ്മൾ നേരിട്ട് കോഴിയെ മീറ്റാക്കി കൊടുക്കാൻ പറ്റിയാൽ, അല്ല നമ്മൾ ഹോൾസെയിലായിട്ട് ആർക്കെങ്കിലും കൊടുക്കുവാണെങ്കിൽ ഇതിന് റേറ്റ് കുറച്ചാലും കുറവാണ്. നമ്മൾ നമ്മുടെ വിപണികളിലും അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റുകളിലുമൊക്കെ നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ബന്ധുക്കളും അല്ല മറ്റുള്ള ആൾക്കാർ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്കൊക്കെ കോഴിയിറച്ചി കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മുടെ വീട്ടിൽ കോഴിയുണ്ട്, കൊടുക്കാനുണ്ട്, ഡ്രസ്സ് ചെയ്ത് നമ്മൾ തരുമെന്ന് പറയാൻ നമ്മൾ ജോലി എന്തായാലും കഷ്ടപ്പെടും. ചെയ്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവർ 450 രൂപയ്ക്കൊക്കെയാണ് നാടൻ കോഴി വാങ്ങുന്നത്. 2 കിലോ ഉള്ള കോഴി കടയിൽ നിന്ന് ഡ്രസ്സ് ചെയ്ത് വാങ്ങുന്നത് 450 രൂപ, 475 രൂപയൊക്കെ ഇപ്പോഴത്തെ റേറ്റ്. നമുക്ക് അവർക്കൊരു 400 രൂപയ്ക്ക് കൊടുക്കാം, അല്ലെങ്കിൽ 375 രൂപയ്ക്ക് നമുക്ക് കൊടുത്താലും നമുക്ക് ലാഭമാണ്. ഇപ്പം ഞാനീ പറഞ്ഞു വരുന്നത്, ആർക്കെങ്കിലും ഇതുപോലെ മോശം സാഹചര്യമുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ ആദ്യത്തെ ഒരു മുതൽ മുടക്കിനുള്ള പൈസ കൈ വേണം. ഇപ്പം ഈ വീഡിയോ കണ്ടിട്ട് മുതൽ മുടക്കാൻ പൈസ ഇല്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ നമുക്ക് സഹായിക്കാൻ പറ്റുകയില്ല. ആർക്കെങ്കിലും ഇതുപോലെ വീട്ടിൽ തന്നെ ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, അതുപോലെ തന്നെ ചില വീടുകളിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേർക്കും ജോലി കാണും. ഒരാൾ ഹസ്ബൻഡിന് ജോലി കാണും, അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും, അവർക്ക് സ്ഥിരം ജോലി കാണത്തില്ല. മക്കൾ പഠിക്കുന്നുണ്ടായിരിക്കും, വീട്ടിലെ ചിലവും മറ്റു ചിലവുകളും എല്ലാം. ഇപ്പോഴത്തെ നമ്മുടെ ഒരു വീട് കഴിയണമെങ്കിൽ ഏകദേശം നല്ല ചിലവാണ്. അപ്പോൾ ഒരു വീട്ടമ്മയ്ക്ക് ആ കുടുംബത്തെ സഹായിക്കാൻ കഴിയും വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ. വലിയ ഭാരപ്പെട്ട ജോലിയല്ല, കുടുംബത്തെ സഹായിക്കാനും കഴിയും. സഹായിച്ചതിന് ബാക്കിയുള്ള പൈസ സേവ് ചെയ്യാൻ പറ്റും, അവരുടെ ആവശ്യങ്ങൾക്കെല്ലാം നടക്കും. അപ്പോൾ ഞാനീ പറഞ്ഞു വരുന്നത്, ആർക്കെങ്കിലുമൊക്കെ ഒരു താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതിനോട്ട് മുന്നോട്ട് വരിക. നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക, മുട്ടകൾ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ആൾക്കാരിൽ എത്തിക്കുക. നമ്മുടെ നാട്ടിലൊരു മുട്ട ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് നമ്മുടെ നാട്ടുകാർ മേടിച്ച് കഴിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും, നമ്മൾ ഇത്രയും നാൾ മേടിച്ച് പാണ്ടി മുട്ട, തമിഴ്നാട്ടിൽ നിന്ന് വന്ന മുട്ടയുടെ ടേസ്റ്റല്ല നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിച്ച മുട്ട. അതുപോലെ തന്നെ നമുക്ക് കോഴികൾക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കാതെ വളർത്തി നല്ല മുട്ട നമ്മുടെ നാട്ടിൽ സെയിൽ ചെയ്യാൻ പറ്റും. അത് നമ്മൾ മുട്ട കൊടുക്കുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിനോട് പറയണം, നിങ്ങളിത് കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. അതുപോലെ തന്നെ നമുക്ക് കോഴിക്ക് കൊടുക്കുന്ന തീറ്റ ചിലവൊക്കെ കുറയ്ക്കുന്ന ഒത്തിരി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. തീറ്റയിൽ നമുക്ക് പുല്ലുവർഗ്ഗങ്ങളും അതുപോലെ തന്നെ ഓമയ്ക്കായും ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ മുട്ടയുടെ ക്വാളിറ്റി ഒന്നുകൂടെ മെച്ചപ്പെടുകയാണ്. നമ്മുടെ തീറ്റ ചിലവ് കുറയുകയും നമ്മുടെ മുട്ടയുടെ ക്വാളിറ്റി ഒന്നുകൂടെ മെച്ചപ്പെടുകയും നമ്മുടെ മുട്ടയുടെ ടേസ്റ്റ് വ്യത്യാസം വരികയും ചെയ്യും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.